Hi, welcome back to our discussion. ഇന്ന് നടന്ന +2 ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. 2025 മാർച്ച് 10 നടന്നിട്ടുള്ള പരീക്ഷയാണ്. ഇപ്പോൾ പൊതുവെ മോഡറേറ്റ് ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. വൺ വേർഡുകളൊക്കെ കുറച്ച് ടഫായിട്ട് ആണ് വിദ്യാർത്ഥികളൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താന്ന്? നമുക്ക് പൊതുവെ എളുപ്പമായിരുന്നു. നമുക്കറിയാം കൗടില്യ അർത്ഥശാസ്ത്രയാണ്. ഓക്കെ, ദെൻ ജെയിംസ് പ്രിൻസപ്പ് ബ്രഹ്മി സ്ക്രിപ്റ്റ്, ദെൻ ഹരിസേന പ്രയാഗ പ്രശസ്തിയിലുള്ള എഡിക്സ്, ദെൻ പ്രഭാവതി ഗുപ്ത. ഇങ്ങനെയാണ് മാച്ച് ഫോളോവിങ്സ് വരുന്നിട്ടുള്ളത്. മാച്ച് ഫോളോവിങ്സിന് 4 മാർക്കാണ്. ആ 4 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ എനി 4 ക്വസ്റ്റ്യൻ 2 to 7. ഈച്ച് ക്യാരീസ് 1 സ്കോർ. ഓക്കെ, 5 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 6 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ 4 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതി. ഫസ്റ്റ്, ഐഡന്റിഫൈ ദ സുൽത്താൻ ഹൂ വിസിറ്റഡ് ശ്രൈൻ ഓഫ് ഖാജ മൊയ്തീൻ. ഓക്കെ, ആൻസർ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക് ഈസ് ദ റൈറ്റ് ആൻസർ. മുഹമ്മദ് ബിൻ തുഗ്ലക് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് ആൻസർ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം, who among the following was a court historian? ഓപ്ഷൻ എ is the right answer. ഓപ്ഷൻ എ ആണ് ആൻസർ. സിയാവുദ്ദീൻ ബറാനി ആണ് ആൻസർ. ഓപ്ഷൻ എ, സിയാവുദ്ദീൻ ബറാനി is the answer. ദെൻ നാലാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് അക്ബർ. അക്ബറിന്റെ ധനകാര്യമന്ത്രി ആരായിരുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി, രാജ ടോഡർമാൻ. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു, നെയിം ദ ഓതർ ഓഫ് ദ ബുക്ക് ഹുമയൂൺ നാമ. ഹുമയൂൺ നാമ ഹുമയൂണിന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ആത്മകഥ എഴുതിയിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ്. ഹുമയൂണിന്റെ ഹർദ സഹോദരിയായിട്ടുള്ള ഗുൽബദൻ ബീഗമാണ്. ഗുൽബദൻ ബീഗമാണ് ആൻസർ. ബി ഈസ് ദ റൈറ്റ് ആൻസർ. ബി ആണ് ആൻസർ. ദെൻ ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ ട്രാവൻകൂർ? ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ, അത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ ഈസ് ദ റൈറ്റ് ആൻസർ. സി ഈസ് ദ ആൻസർ, മാർത്താണ്ഡവർമ്മ. പിന്നെ ഏഴാമത്തെ, ഐഡന്റിഫൈ ദ ട്വിന ഹാവിംഗ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഡ്രൈ ലാൻഡ്. ഓക്കെ, പാലൈ ഈസ് ദ ആൻസർ. പാലൈ ഈസ് ദ ഡ്രൈ ലാൻഡ്. ഇൻ സംഘം ലിറ്ററേച്ചറിൽ സൂചിപ്പിക്കുന്നത്, ഡ്രൈ ലാൻഡ് സൂചിപ്പിക്കുന്നത് പാലൈ ആണ്. ഓക്കെ, ദെൻ ഈ 4 മാർക്കും ഫസ്റ്റത്തെ മാച്ച് ഫോളോവിങ്സിൽ 4 മാർക്കും 8 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത ക്രോണോളജിയാണ്. മോഡൽ എക്സാമിനെ പോലെ തന്നെ ആ ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുള്ളത്. അറേഞ്ച് ദ ഫോളോവിങ് ക്രോണോളജിക്കൽ ഓർഡർ. നമ്മൾ ഇപ്രാവശ്യം ഗാന്ധിയുടെ പാഠമായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഗാന്ധിയുടെ സമരങ്ങളായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് കേരള മോഡേണിറ്റി, ടുവേർഡ് ദ മോഡേണിറ്റി എന്നുള്ള പാഠത്തിൽ നിന്നൊക്കെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം സംഭവിച്ചിട്ടുള്ളത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം വരുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത് വരുന്നത് ടെമ്പിൾ എൻട്രി ആണ്. ഓക്കെ, ടെമ്പിൾ എൻട്രി 1936 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ട്രാവൻകൂർ. ദെൻ മൂന്നാമത് വരുന്നത് 1941 നടന്നിട്ടുള്ള കയ്യൂർ റിവോൾട്ട്. മൂന്നാമത് കയ്യൂർ റിവോൾട്ട് ആണ്. ദെൻ പാലിയം സത്യാഗ്രഹം 1947 ഇതാണ് ഏറ്റവും അവസാനമായിട്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഗുരുവായൂർ സത്യാഗ്രഹ, 2 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഇൻ ട്രാവൻകൂർ, 3 കയ്യൂർ റിവോൾട്ട്, 4 പാലിയം സത്യാഗ്രഹം. ഇതാണ് ക്രോണോളജിക്കൽ ഓർഡർ. ശരിയാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ ഈ പ്രാവശ്യത്തെ മാപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത് ബുദ്ധിസ്റ്റ് സൈറ്റ് ആണ് അല്ലേ? ബുദ്ധിസ്റ്റ് സൈറ്റുകളാണ്. ലുംബിനി
അമരാവതി, സാഞ്ചി, ഇതൊക്കെ സ്തൂപങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുദ്ധിസ്റ്റ് സൈറ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ മാപ്പിൻ്റെ ഒരു ഇമേജ് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഈ രീതിയിലാണ് നിങ്ങൾ അടയാളപ്പെടുത്തിയതെങ്കിൽ നിങ്ങൾക്ക് മാപ്പിൻ്റെ 4 മാർക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നിങ്ങൾക്ക് 16 മാർക്ക്, ഈ ഫസ്റ്റ് പാർട്ടിലുള്ള 16 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.